ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്ന. ബീഫിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ നീറ്റായിട്ട് വാഷ് ചെയ്ത് ബീഫ് ഒരു 3/4 kg എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 പച്ചമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഹോം മെയ്ഡ് ഗരം മസാല 1 ടീസ്പൂൺ, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ പുരട്ടി കൊടുക്കാം. ഇതിൽ നമ്മൾ വാട്ടർ ഒഴിക്കേണ്ട, കുക്കാവാനുള്ള വാട്ടർ ബീഫിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കൊരു 5 വിസിൽ മതി, അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കുക്കാവും. അപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചത് ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി, വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ ഒരു 7 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചതച്ചു കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളകാണേ. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചീരകം, ഇതൊന്ന് ചതച്ചാൽ മതി. അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഒരു 1/2 കപ്പോളം ഇരിക്കട്ടെ. തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഫസ്റ്റിൽ തേങ്ങ കൊത്തി തന്നെ ഇടണം കേട്ടോ. ഇതൊന്ന് ലൈറ്റായിട്ട് മൂക്കുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ചില്ലേ, പെരിഞ്ചീരകം, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറട്ടെ. നെക്സ്റ്റ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സവാള, ഇത് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. 1 കിലോ ബീഫിനാണെങ്കിൽ നമുക്കൊരു 3 സവാള വരെ എടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓണിയൻ ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് മതി. നമുക്കിതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കളർ മുളകാണ്, അതുകൊണ്ട് എരിവ് കുറവാണ്, ഗരം മസാല. ഈ പൗഡറെല്ലാം ഒന്ന് ലൈറ്റായിട്ട് മൂത്ത് വരട്ടെ, അതിൻ്റെ പച്ച മണമൊക്കെ മാറട്ടെ. നമ്മുടെ ബീഫ് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും, അത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. ബീഫ് കുക്ക് ചെയ്ത് വെച്ചില്ലേ, ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ മല്ലി ചേർക്കണ്ട, മല്ലി ചേർക്കാതെ ഒരു വാട്ടി ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 ദിവസം നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല രീതിയിൽ ബീഫ് കുക്കാവണം കേട്ടോ. അപ്പം നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇനി നമുക്കിത് പിന്നെയും ഇങ്ങനെ തട്ടിക്കൂട്ടി വെക്കാം. വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. 2 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ. ഞാൻ ബീഫ് കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ടേക്കണത്. ഇതിനേക്കാളും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്.
നമുക്കിത് അടച്ചു വെക്കാം. എങ്ങനെ നോക്കിയാലും ഒരു 25 മിനിറ്റ് എടുക്കും നമുക്ക് ഇത് നല്ല ഫ്രൈ ആയിട്ട് വരാൻ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ട്, ലൈറ്റായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ചതച്ച കുരുമുളകാണ് ചേർക്കേണ്ടത്. എൻ്റെ ഇപ്പോൾ പൗഡറാണുള്ളത്, ഞാൻ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ തനി നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബീഫിനകം ഉണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ.